ഹലോ എവരിവൺ, നമ്മൾ ഇന്നൊരു യോഗോട്ടിന്റെ ഒരു ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. യോഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്മുടെ നാട്ടിലേക്ക് ഈ നമ്മുടെയൊക്കെ തൈരില്ലേ, തൈര്. അപ്പൊ ഈ തൈരിനകത്ത് മധുരം ഇട്ടൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിലും ബാക്കിയുള്ള കുറച്ച് പ്രോട്ടീൻ ഒക്കെ ആവശ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തൈരിനകത്ത് മധുരം ഇട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഈ തൈരിനകത്ത് തന്നെ ഫ്ലേവറുകൾ വരും, പലതരത്തിലുള്ള ഫ്ലേവറുകൾ വരും. അപ്പൊ അതിനാണ് നമ്മൾ സാധാരണ യോഗട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മൾ ഒരുപാട് നമുക്ക് നമ്മളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന്റെ തന്നെ യോഗോട്ടിന്റെ ഡ്രിങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് യോഗോട്ടിന്റെ ഒരു ഡ്രിങ്ക് ആയിട്ടാണ് തൊണ്ടയിലൊരു കിച്ച് കിച്ച്. ഓക്കെ, അപ്പോ യോഗോട്ടിന്റെ ഒരു ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ബനാന ഫ്ലേവർ ആണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ബനാന കാണുന്നില്ലല്ലോ. ഓക്കെ, ബനാന ഫ്ലേവർ ആണ് കേട്ടോ. അതിന്റെ ആണ് ഈ യോഗട്ട് ഡ്രിങ്ക്. പിന്നെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോർഡിലാണ് വരുന്നത്. ഇത് ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്. അപ്പോ പിന്നെ ഇതിനകത്ത് ഇത് ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ കുറച്ച് ഇറ്റാലിയനിലൊക്കെ എന്തൊക്കെ ഇവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് മറ്റേ സെൽഫി ആംഗിൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചായിരിക്കും നിങ്ങൾ കാണുന്നത്. കുഴപ്പമില്ല, ഞാനത് മാറ്റി കാണിക്കാവേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലേവറിന്റെ ആ ഒരു ഇമേജും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയെന്നുള്ള നാച്ചുറൽ എന്താ പറയാ, ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ഉണ്ടാക്കിയതാണെന്നുള്ള രീതിയിലുള്ള ഒരു പച്ച ബാഡ്ജിങ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മിൽബോണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പനിയുടെ ആ ഒരു പേര് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഫ്ലേവർ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ പോയപ്പോൾ തന്നെ ജസ്റ്റ് വാങ്ങിച്ചിട്ട് വെറുതെ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ ഇതിനെപ്പറ്റി അങ്ങ് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് എനർജി വരുന്നുണ്ട്. 274 കിലോഗ്രാം എനർജിയ ഇറ്റാലിയൻ ഭാഷ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അത്രയും എനർജി നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ പിന്നെ ഇറ്റാലിയനിലാണ് കുറെ എഴുതിയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. അത് നമുക്ക് 11.1 ഗ്രാംസ് കിട്ടും. ഫൈബർ ഉണ്ട് 0.1 ഗ്രാം. പിന്നെ പ്രോട്ടീൻ 3 ഗ്രാംസ് വരുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. കൊള്ളാം, അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ തൈര് പൊതുവെ നമ്മൾ ഇത് കഴിക്കുന്നത് നല്ലതാണ്. തൈരിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ പാലുമായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറച്ചും കൂടെ എനർജി കിട്ടും. നമുക്ക് കുറച്ചുകൂടെ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയ ഒരു ഫുഡാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് കേട്ടിട്ടില്ലേ, സമീകൃത ആഹാരമാണ് ഈ പറയുന്ന പാലെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വേറൊരു വകത്തിരിവാണ് കേട്ടോ ഈ പറയുന്ന ഈ യോഗോട്ടിന്റെ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിത് പാക്കേജ് പൊട്ടിച്ചിട്ട് നമുക്കിത് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിത് പൊട്ടിക്കാം. ഇങ്ങനെ നമ്മുടെ നല്ലൊരു കേസിംഗ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. എയർ ഔട്ട് ആവുന്നുണ്ട്. ആഹാ, അങ്ങനെ നമ്മളത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അകത്ത് നമുക്ക് വേറെ ഇതിന്റെ പാക്കേജിങ് അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ടൊരു പാക്കേജിങ് ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ബനാനയുടെ യോഗോട്ട് ഡ്രിങ്ക് നമുക്ക് കുടിക്കാം. പിന്നെ ഈ ഡ്രിങ്കിന്റെ കളറും ഏറെക്കുറെ ഈ ബനാന ഉണ്ടല്ലോ, ഒരു പഴത്തിന്റെ ആ ഒരു കളറാണ് കേട്ടോ വരുന്നത്. ഉണ്ടോ ആ ഒരു കളർ കയറുന്നുണ്ടോ? കാരണം എനിക്ക് ചിരിച്ച് കാണിക്കാൻ വേണ്ടി പറ്റില്ല, മുമ്പ് ചിരിച്ച് കാണിക്കാൻ വേണ്ടി പോയിട്ട് മുഴുവൻ ഔട്ടായി പോയി. ഓക്കെ, അപ്പൊ കാണിക്കാൻ പറ്റുന്നത്ര ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഓക്കെ, അതപ്പോ അത് പഴത്തിന്റെ ഒരു കളറാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സ്വീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ സ്വീറ്റ് ആണ് സംഭവം. പിന്നെ നമ്മുടെ ആ ഒരു തൈരിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കൊള്ളാം, ഇറ്റാലിയൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കേസിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ബഡ്ജിങ് കണ്ടാ, ഇവിടെ നമുക്കൊരു ചെറിയൊരു കത്രികയുടെ ഒരു പടമൊക്കെ ഉണ്ടാ. അപ്പൊ ഇത് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ കുപ്പി വേറെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഇത് നമുക്ക് BCRS റീഫണ്ട് കിട്ടുന്ന ഈ ടൈപ്പ് ഓഫ് ഇതിന് BCRS റീഫണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്യാൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ യൂറോപ്പിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആ ഒരു സിസ്റ്റം വരുന്നുണ്ടെന്ന് പറയുന്നു. അതായത് നമുക്ക് ഈ ക്യാൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പൊ ആ ഒരു ക്യാനിന് നമുക്ക് കുറച്ച് പൈസ, കുറച്ച് അധികം ഒന്നും കിട്ടത്തില്ല, എന്നാലും കുറച്ച് പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു 10 ക്യാനൊക്കെ വെക്കുമ്പോഴത്തേന് നമുക്കൊരു €1 കിട്ടും. €1 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 100 രൂപയ്ക്ക് വരും. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ അതിന് നമുക്ക് ഫുഡ് ചില കടകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു കൂപ്പണായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചില കടകളിൽ കൂപ്പൺ കിട്ടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കൂപ്പണിനുള്ള പൈസക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് സ്പോർട്സ് സാധനങ്ങൾ എടുത്തിട്ട് വരാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒന്നാന്തരം ഒരു യോഗട്ട് ഡ്രിങ്ക്. കൊള്ളാം, സംഭവം കൊള്ളാം. മധുരം തൊണ്ടെങ്കിലും പിടിച്ചു. കൊള്ളാം കേട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും തൈരിന്റെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു കുടിക്കുക. ആരോഗ്യമാന്മാരും ആരോഗ്യവതികളും ഒക്കെ ആയിട്ട് എല്ലാവരും
മാറുക. ഓക്കെ, നമുക്ക് മറ്റൊരു ഡ്രിങ്കിന്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം. പിന്നെ നമുക്ക് ട്രാവൽ വ്ലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ.